ഏടാ മോനെ, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ് ഗൈസ്. അപ്പൊ ആവേശം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, ഏടാ മോനെ പൊളി സാധനം. അപ്പൊ ഈ ഏടാ മോനെ എന്നുള്ള ഒരു ഡയലോഗ് നിങ്ങള് ട്രെയിലറിൽ കണ്ട് കുറച്ച് ഫേമസ് ആണ്. പക്ഷെ ഈ പടം കണ്ടു കഴിയുമ്പോൾ അതങ്ങോട്ട് ഇങ്ങോട്ട് കയറി തറക്കിയോടെ പിന്നെ ഇറങ്ങില്ല കേട്ടോ. അതൊരു വേറെ ലെവൽ വൈബാണ്. രംഗണ്ണനും പിള്ളേരും പ്രാവശ്യം സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ്. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു മാസ് മസാല എന്റർടൈനർ ആണ് ആവേശം. നല്ലപോലെ മാസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫഹദ് ഫാസിൽ എടുത്തു പറഞ്ഞേ പറ്റൂ, തന്റെ കരിയറിൽ ചെയ്ത ഏറ്റവും ബെസ്റ്റ് മാസ് പടം ഇതായിരിക്കും. പുള്ളിക്കാരൻ ആക്ഷൻ തൊട്ട് എല്ലാം, ഡയലോഗ് ഡെലിവറി തൊട്ട്, അതും കർണാടക സ്ലാങ്ങിലാണ്. മലയാളം ഫുള്ള് മലയാളം ഒന്നുമല്ല, കന്നഡയും മലയാളം കൂടി മിക്സ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതൊക്കെ വേറെ ലെവലായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്ലാങ് ഒക്കെ ഇനി ഭയങ്കര ഫേമസ് ആവും. രാജമാണിക്യത്തിൽ മമ്മൂട്ടിയൊക്കെ നമ്മൾ ട്രിവാൻഡ്രം ഭാഷ പറഞ്ഞപ്പോൾ ഒരു ഇത് കിട്ടിയില്ല. അതുപോലത്തെ ഒരു ഐറ്റമാണ് ഫഹദ് ഫാസിൽ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിൽ തന്നെയാണ് പടം. ആദ്യത്തെ ഒരു 20ാമത്തെ മിനിറ്റിൽ പുള്ളിക്കാരൻ സ്ക്രീനിൽ വരും. ഇൻട്രോ തൊട്ട് പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരൻ കയറി മേഞ്ഞിരിക്കണം. പൊളിച്ചടിക്കുന്ന പറഞ്ഞ പോലെ പൊളിച്ചടിക്കുക, അതും ഓരോ സീനിലും. അങ്ങനെ ഇവിടെ കുറച്ച് ഫഹദ് ഫാസിൽ പെർഫോം ചെയ്തു. ആ സമയത്ത് അങ്ങനെയല്ല, പടം മൊത്തം ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടം. ഫഹദ് ഫാസിൽ ഫാൻസിനൊക്കെ കയറി വിസിലടിച്ച് സന്തോഷപ്പെട്ട് കണ്ടിട്ട് വരാനുള്ള ഒരു ഐറ്റം ഉള്ളിലുണ്ട്. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതില് ഫഹദ് ഫാസിലിന്റെ കൂടെ തന്നെ ഫുൾ ത്രൂ ഔട്ട് നമ്മുടെ എന്താ പറയാ, രോമാഞ്ചത്തിൽ നിരൂപേട്ടൻ എന്ന് പറഞ്ഞിട്ട് സജിൻ ഗോപി, അതാണ് പുള്ളിക്കാരന്റെ പേര്. അത് സുജിൻ ഗോപി എന്നാണ്. അപ്പൊ പുള്ളിക്കാരൻ വേറെ ലെവലായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിന് കൂടെ തന്നെ നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനാണ് പടത്തിൽ മെയിൻ ആയിട്ട് കോമഡി കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ കോമഡി ഉണ്ട്, ഹിപ്സ്റ്ററും പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും അവർക്കും കോമഡിയൊക്കെ ചില സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അത്രത്തോളം അത് ക്ലിക്കാവാത്ത പോലെ തോന്നി. പക്ഷെ പുള്ളിക്കാരൻ, നമ്മുടെ നിരൂപേട്ടൻ, എങ്ങനെ നമ്മൾക്ക് എന്താ പറയാ, രോമാഞ്ചം കണ്ടപ്പോൾ നിരൂപേട്ടൻ എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയോ, അതുപോലെ തന്നെ ആവേശത്തിലെ പുള്ളിക്കാരന്റെ ക്യാരക്ടർ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യും. പിന്നെ ഇതില് ആക്ഷൻ കൊറിയോഗ്രാഫി വൈസ് RDXന് ശേഷം മലയാളം സിനിമ കാണുന്ന ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ അതിലായിരിക്കും. എസ്പെഷ്യലി ഇന്റർവെല്ലിന് വരുന്ന ഫൈറ്റ്, അതൊരു പൊളി ഐറ്റമാണ്. അത് നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യിക്കും. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഫഹദ് ഫാസിൽ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഒരു ഫൈറ്റ് ഉണ്ട്. അത് പുള്ളിക്കാരൻ അങ്ങോട്ട് കയറി മേഞ്ഞിട്ടുണ്ട്. ഫൈറ്റ് കൊറിയോഗ്രാഫിയുടെ ഒപ്പം ഇവരുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റും പൊളി. അത് രണ്ടും കൂടി ചേർന്നപ്പോൾ ഒരു മാസ് ഫൈറ്റ് നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ എന്റെ പൊന്നണ്ണൻ സുഷിൻ ശ്യാം, മലയാളത്തിലെ എന്താ പറയാ, അനിരുദ്ധ്, വേറെ ലെവല്. പുള്ളിക്കാരൻ പടത്തിനെ എത്രത്തോളം മേലെ കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം മേലെ കൊണ്ടുവന്നിട്ടുണ്ട്. സുഷിൻ ശ്യാമിന്റെ BGM-നും മ്യൂസിക്കിനും വേണ്ടി നമുക്ക് വേണമെങ്കിൽ പടം രണ്ടു കാണാം. എസ്പെഷ്യലി ഈ ആക്ഷനൊക്കെ വരുമ്പോൾ ഉള്ള പുള്ളിക്കാരന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എന്റെ മോനെ, ഏടാ മോനെ പൊളിയാണ്. അത് തിയേറ്ററിൽ നിങ്ങൾ കണ്ടെന്നെ അനുഭവിക്കണം, കണ്ടും കേട്ടും അനുഭവിക്കുക. പൊളി സംഭവമാണ്. പിന്നെ ക്യാമറ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അഭിനയിച്ചവരൊക്കെ ഒരു നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ആരും മോശമൊന്നുമില്ല. എന്താ പറയാ, കുറെ പേര് ആക്ഷൻ നല്ലപോലെ മെനക്കെട്ടുണ്ട്. കുറച്ച് 2 ബംഗാളി ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫഹദ് ഫാസിലൂടെ ഡ്രൈവറായിട്ട് കുറച്ച് വയസ്സായിട്ട് ഒരാൾ വരുന്നുണ്ട്. ഇവരൊക്കെ ആക്ഷൻ നല്ലപോലെ ക്യാരി ചെയ്തിട്ടുണ്ട്. പടത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്ക് സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായ പോലെ തോന്നി. ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായതുപോലെ തോന്നി. കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മൾ നല്ലപോലെ എൻഗേജ്ഡ് ആക്കിയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നല്ലൊരു ഇന്റർവെൽ നിർത്തുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായതുപോലെ തോന്നി. മേ ബി എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം. പിന്നെ മാസ് മസാല പടങ്ങളിൽ നമ്മൾ അങ്ങനെ സ്ക്രിപ്റ്റും ലോജിക്കും ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പടം നമ്മൾ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ അതാണ് കാര്യം. പടം 100% എന്റർടൈൻ ചെയ്യുന്ന നിങ്ങളെ, അത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ജിത്തു മാധവ് പുള്ളിക്കാരന് എന്തായാലും രണ്ടാമത്തെ പടം ഒരു വൻ ഹിറ്റ് ആയിരിക്കും. ഇതും എന്തായാലും നല്ലപോലെ സംസാരിക്കപ്പെടും. രംഗണ്ണൻ, ഓർത്തോ, രംഗണ്ണൻ ഈസ് വെരി ഡേഞ്ചറസ്. പുള്ളിക്കാരൻ കയറി തകർത്തിട്ടുണ്ട് ആ ക്യാരക്ടർ. അപ്പൊ ആവേശകരമായ ഒരു പടമാണ്. തിയേറ്ററിൽ വിഷുക്കാലത്ത് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. നമുക്ക് എന്താ പറയാ, സൂപ്പർ അത്രേ ഉള്ളൂ. രംഗണ്ണൻ പൊളിയാണ്. ഏടാ മോനെ, പടം തിയേറ്ററിൽ കണ്ടിട്ട് പറ അപ്പൊ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. നിങ്ങൾ പടം കാണാൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. വിഷുക്കാലമാണ്, കുറെ സിനിമകൾ വരുന്നുണ്ട്. എല്ലാ സിനിമയും കാണാം സന്തോഷത്തോടെ, ഫാമിലിയോടൊപ്പം വിഷു എൻജോയ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ഗൈസ്.